നമുക്കിന്ന് ലെറ്റർ എന്നിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാം. ഇതാണ് നമ്മളിന്ന് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പോകുന്ന പാറ്റേൺ. ഈ സർക്കിളാണ് ചെയ്യാൻ പോകുന്ന. ആദ്യം ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ നീഡിലെടുക്കണം. അതിനുശേഷം ഈ ഓരോ ലൈൻസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ നീഡിൽ തിരിച്ച് നമ്മളെടുത്തിട്ട് ഓരോ ലൈൻസും ഇടവിട്ട് വരുന്നത് പോലെ നമ്മൾ ഈ ത്രെഡ് കയറ്റി കൊടുക്കണം. അങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ ലൈനും ഇടവിട്ട് വരുന്നതിനകത്തൂടെ ത്രെഡ് കയറ്റി ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഫ്ലവർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെൻറ്റർ പോർഷൻ ഫ്ലവർ, ഇനി നമുക്ക് നടുക്കത്തെ ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്യാം. ഇത് സാധാ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. താഴെ നീഡിലെടുത്ത് ഇതുപോലെ നീഡിൽ പിന്നെയും കയറ്റി ആ നീഡിലിനകത്തോട്ട് ചുറ്റി കൊടുക്കണം ത്രെഡ്. അതിനുശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അവിടോട്ട് തന്നെ സൂചി ആക്കണം. ഇനി നമ്മൾ സാധാരണ ഫ്ലവറൊക്കെ എംബ്രോയ്ഡറി ചെയ്യുന്ന പോലെ ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഇത് ഫ്ലവർ എംബ്രോയ്ഡറി ചെയ്യുന്ന ഡിസൈൻ തന്നെയാണിത്. അവിടെ തന്നെ നീഡിലെടുത്ത് ഇങ്ങനെ താഴെ കൊണ്ടുവന്നാക്കി കൊടുക്കണം. സെൻറ്ററിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. നീഡിൽ താഴെ നിന്ന് എടുക്കുക, ഇങ്ങനെ ചുറ്റി കൊടുക്കാം. തിരിച്ച് അവിടെ തന്നെ ആക്കിയിട്ട് ടൈറ്റായിട്ട് പിടിച്ചു കൊടുത്താൽ മതി, കുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ലീഫിൻ്റെ എംബ്രോയ്ഡറി ചെയ്യാം. ഈ കാണുന്ന പോലെ തന്നെ സൂചി എടുത്തിട്ട് ചെയ്താൽ മതി. എളുപ്പമായിട്ട് ചെയ്യാം. ഇനി നമുക്ക് ലെറ്റർ എന്നിൻ്റെ എംബ്രോയ്ഡറി ചെയ്യാം. താഴെ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കാം. പിന്നെ അവിടോട്ട് തന്നെ ആക്കി കൊടുത്തിട്ട് ഒരു ചെയിൻ പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പല രീതിയിൽ നമുക്ക് ഈ ലെറ്റേഴ്സിൻ്റെ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ചെയിൻ പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഫുൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാം. കുറച്ച് നോട്ട്സൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ.